അയല വറുത്തതുണ്ടേ, കരിമീൻ പൊരിച്ചതുണ്ടേ, കൊടംപുളി ഇട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ടേ, തുമ്പപ്പൂ നിറമുള്ള മുത്തുമണി ചോറുണ്ടേ, ഉപ്പിലിട്ട മാങ്ങയുണ്ടേ ഉണ്ണാൻ വാ മച്ചുന്നാരേ, ഉപ്പിലിട്ട മാങ്ങയുണ്ടേ ഉണ്ണാൻ വാ മച്ചുന്നാരേ. വന്നു ചേച്ചി. ഇത് പൊന്നമ്മ ബാബു, ഇത് രാജേഷ് കബാർ. വെൽക്കം ടു മലബാർ മസാല. രാജേഷ്, ഇന്നെങ്ങനെയുണ്ട് ഈ സാരി, ഈ ഗെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ട് രാജേഷ്? ശരിക്കും പൊന്നമ്മ ബാബു പോലെ ഉണ്ട്. അപ്പോ ആണല്ലേ, എന്നെ പോലെ തന്നെ ഉണ്ടല്ലേ? ഞാൻ ആദ്യം പെട്ടെന്ന് എന്റെ മൈൻഡ് അങ്ങോട്ട് കയറിയില്ല കേട്ടോ. തന്നെ പക്ഷെ ചേച്ചി സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് സംശയം, എന്താ ഇങ്ങനെ ഇത്രയ്ക്കൊരു എന്റെ പാട്ടാണോ? അയല വറുത്തതുണ്ടേ, കരിമീൻ പൊരിച്ചതുണ്ടേ, കൊടംപുളി ഇട്ടു. പൊന്നമ്മ ബാബുവിന്റെ ഗാനമേള ഇവിടെ നടപ്പുണ്ട്. അപ്പൊ ഇല്ല, ഞാൻ സ്ഥലം ചോദിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പൊന്നമ്മ ചേച്ചിയുടെ ഗാനമേള ഇവിടെ തന്നെ മലബാർ മസാലയില്. എന്റെ ചേച്ചി, ഞാൻ അവിടെ നിന്നപ്പോഴേ കണ്ടു എന്നാ പാട്ടായി പാടണം. പിന്നണി ഗായകര് തോറ്റു പോകുമല്ലോ. ഗാനമേളയാണോ? നമ്മള് കുക്കിംഗ് എല്ലാം ഉണ്ട്. ഗാനമേളയുണ്ട്, ഡാൻസ് ഉണ്ട്, കുക്കിംഗ് ഉണ്ട്, എല്ലാം ഉള്ള ഒരു സാധാരണ മനുഷ്യരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൽ കുളിക്കുമ്പോൾ ഒരു മൂളിപ്പാട്ട് പാടുന്നവരുണ്ട്, വെറുതെ ഇരിക്കുമ്പോൾ ഒരു മൂളിപ്പാട്ട് പാടുന്നവരുണ്ട്, പിന്നെ പാചകം ചെയ്യുമ്പോൾ പാട്ട് പാടുന്നവരുണ്ട്. പാട്ട് പാടാനുള്ള ഒരു കഴിവെന്ന് പറയുന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. എന്താ ശരിക്കും ഇന്നത്തെ പാചകം? എന്താ ശരി ഇന്ന് പാചകം ഞാൻ ചെയ്യാൻ പോകുന്നത് അയല നല്ല തേങ്ങ അരച്ച് മാങ്ങയൊക്കെ ഇട്ട് നല്ല സാധാരണ നാടൻ കറിയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. കാര്യം ഏറ്റവും അറബിക്കടൽ റാണിയായ കൊച്ചിയുടെ സമീപ പ്രദേശത്താണ് പള്ളൂരുത്തി. പള്ളൂരുത്തിയിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ഫ്രഷ് മീൻ കിട്ടുന്ന സമയമാണ്. തീർച്ചയായും ഞങ്ങൾ അടപ്പിലൊരു ചട്ടി വെച്ചാൽ മതി, നേരെ കടലിൽ നിന്ന് ചാടി നേരെ മീൻ ആദ്യം വന്ന് വീഴുന്നത് കൊച്ചിയിലെ കുടുംബങ്ങളിലാണ്. അതിനുശേഷമാണ് കിഴക്കൻ നാട്ടുകളിലൊക്കെ ഈ സാധനങ്ങൾ കിട്ടിത്തുടങ്ങുന്നത്. നമുക്കൊക്കെ 2 ദിവസം ഐസിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ അമോണിയിടാതെ, ഐസിടാതെ പച്ചമീൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. നല്ല പച്ചമീനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് മൈല, പുറത്ത് വെയില, ഇത് അയില എന്നൊക്കെ പറയണത് പോലെ. ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും പള്ളുരുത്തി എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വന്നത് ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ സാജൻ പള്ളുരുത്തി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ചേച്ചി. പക്ഷെ ഇന്നിപ്പോ സാജൻ എത്തി, പാചകം തുടങ്ങാൻ പറ്റേ. കാണാൻ എങ്ങനെയുണ്ട്? രാജേഷ് കബാറിനെ പോലെ തന്നെയുണ്ട്. വിട് ചേച്ചി, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഡ്രസ് എന്താണ് ഇന്നിപ്പോ? അല്ല, ഇന്ന് ഒരു ഗസ്റ്റ് അല്ല, ഒരാളും കൂടി ഇനിയുണ്ട്. ലേഡീസ് മതി കേട്ടാ. കാര്യം ഒന്നാ, അങ്ങനെ രണ്ട് ആണുങ്ങളും ഒരു പെണ്ണും വേണ്ട. 2 പെണ്ണും 2 ആണുങ്ങളും ആയിക്കോട്ടെ. അതാണ് കറക്റ്റ്, അതാണ് കറക്റ്റ് ചേച്ചി. അപ്പൊ ഇന്ന് വന്നിരിക്കുന്ന ആരാ അറിയോ? ഒരു പിശാച്. അയ്യോ, പിശാച് എനിക്ക് പേടി രാജേഷ്, സത്യം എനിക്ക് പേടി, സത്യവനെ പേടിയാ. ചേച്ചി, സാജൻ പിശാച് എന്ന് പറഞ്ഞാലും മാലാഖയെ പോലുള്ളൊരു പിശാചാണ്. വിളിക്കട്ടെ? മുഖത്തെ ആ സന്തോഷം കണ്ട പെണ്ണാണ് വരാൻ പോണെന്ന് അറിഞ്ഞപ്പോ ഒരു സന്തോഷം എന്റെ ഇവിടെ അടക്കം തിളങ്ങാൻ തുടങ്ങി. ഓക്കെ, പിശാചേ പോകും പാതേ ദൂരമില്ലേ, വാഴും വാഴ്ക്കേ ഭാരമില്ലേ, சாய்ந்து தோள் கூட இறைந்தவனும் கால் வழியில் ஓ அன்னம் பகிர்ந்தீடு, அன்னம் பகிர்ந்தீடு. അന്നമെന്ന് ഉദ്ദേശിച്ചത് ഈ കറി വെച്ചോ, ഇനി തിന്നാൻ റെഡിയാണെന്നാണ് പറഞ്ഞത്. പ്രേക്ഷകർ വിചാരിച്ചിട്ടുണ്ടാവും, ചിലവരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും, പലരല്ല ചിലർ വിചാരിച്ചിട്ടുണ്ടാവും ഈ പിശാചെന്ന് ഇത്രയും സുന്ദരിയായ ഈ കുട്ടി എന്തിനാ ഞാൻ പിശാച് എന്ന് പറഞ്ഞെന്ന്. പ്രേക്ഷകർക്ക് വേണ്ടി പറയാം, ഇത് പ്രയാഗ, തമിഴ്നാട്ടില് ഓൾറെഡി സ്റ്റാർ ആയി കഴിഞ്ഞു. മലയാളത്തിൽ ഉടനെ തന്നെ സ്റ്റാർ ആകാൻ പോകുന്ന പ്രയാഗയാണ്. പ്രയാഗയുടെ ഫസ്റ്റ് ഫിലിമായ പിശാച് സൂപ്പർ ഹിറ്റാണ്. തമിഴ്നാട്ടിലും കേരളത്തിലും നല്ലപോലെ ഓടി. ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് എന്താണ് പ്രയാഗ? ലേറ്റസ്റ്റ് ന്യൂസ്, അപ്പം പിശാച് കഴിഞ്ഞ് ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തു. എൻ്റെ എക്സാംസ് ഒക്കെ കോളേജിൽ പോകാനും അങ്ങനെയൊക്കെ. ഇപ്പോൾ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ സെൻറ്റ് ട്രിസാസിൽ പഠിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് മൂവി എൻ്റെതാ ഇപ്പോൾ ഉടനെ തന്നെ ഷൂട്ട് തുടങ്ങും. ആർ കണ്ണൻ സാറിൻ്റെ പോടാ ആണ്ടവനെ എൻ പക്കം എന്ന സിനിമയിലാണ്.
ഒരിക്കലും അല്ല. പോടാ എൻ പക്കത്തിൽ നിന്ന്. ആർ കണ്ണൻ എന്ന് പറയുമ്പോ ഫേമസ് ഡയറക്ടർ യെസ്, ആരാണ്? മിസ്റ്റർ മണിരത്നം മണിരത്നത്തിന്റെ സാറിന്റെ അസോസിയേറ്റ് അല്ലേ? അദ്ദേഹത്തിന്റെ എത്ര 7th or 8th പടം അല്ലേ? 7th മൂവിയാണ്. ഓക്കെ. പ്രയാഗ ഒരു ട്രെയിൻഡ് ഡാൻസർ ആണ്, ഒരു ട്രെയിൻഡ് സിംഗർ ആണ്. എനിക്ക് ഉറപ്പാണ് തമിഴ് സിനിമാ ലോകത്ത് മാത്രമല്ല മലയാള സിനിമാ ലോകത്തിന് ഒരു വലിയ മുതൽക്കോട്ടായി മാറുന്നുള്ളത് ഉറപ്പുണ്ട്. പക്ഷെ ഇവിടെ പാട്ടുണ്ട്, തമാശയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പാചകവും ഉണ്ട്, വാതകവും ഉണ്ട്, എല്ലാം. പാചകവും ഉണ്ട്, വാചകവും ഉണ്ട്. പാചകം തുടങ്ങിക്കോളും, ഞങ്ങൾ അതിനനുസരിച്ച് മൂളിപ്പാട്ടൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ ബാത്റൂമിലും കിച്ചണിലും ഒക്കെയാണല്ലോ ഏറ്റവും അധികം പാട്ടുകൾ കേൾക്കുന്നത്. അപ്പൊ ഈ സംഭവം എന്താണെന്ന് കൂടി ഒന്ന് പറയുന്നു. അതെ, അതാണ് കാര്യം ഇപ്പോഴേ ആളുകൾക്ക് ഒരു രുചി, അതിനെക്കുറിച്ച് ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും. തീർച്ചയായും എല്ലാ പ്രാവശ്യം ഞാൻ പ്രേക്ഷകരോട് പറയും പോലെ ഈ പ്രാവശ്യം ഞാൻ പ്രേക്ഷകർക്ക് ഞാൻ വെക്കാൻ പോകുന്നത് അയലക്കറി. മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തത് കുടമ്പുളി ഇല്ല, നല്ല മാങ്ങയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെക്കുന്ന ഒരു കറിയാണ്. എന്തൊക്കെ വേണമെന്നുള്ളത് ഞാൻ പറയട്ടെ. അയല നമുക്കിനി വേണ്ടത് ഇതിനകത്ത് ആവശ്യമുള്ളത് വെച്ചാൽ മാങ്ങ, ഇത് മുളക് പൊടി, കറിവേപ്പില, ഉലുവ, മഞ്ഞൾപ്പൊടി, പച്ചമുളക് 2ആയിട്ട് കീറിയത്, ചുവന്നുള്ളി, ഇഞ്ചി, ഉപ്പ്, വെളുത്തുള്ളി. ഇത് ഞാൻ തേങ്ങ, പിന്നെ മഞ്ഞൾ, ഇത്രയും കൂട്ടം അരച്ച് നല്ല വെച്ചിരിക്കുകയാണ്. അപ്പൊ സ്റ്റൗ കത്തിക്ക്. ശരി, ഏത് സ്റ്റൗ വേണം പറഞ്ഞു? എനിക്ക് ഈ സ്റ്റൗ മതി. പ്രയാഗ ഇങ്ങോട്ട് വരൂ. ആണുങ്ങൾ പൊതുവെ അടുക്കളയിൽ കയറാറില്ല, പക്ഷെ ആണുങ്ങൾ അടുക്കളയെ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ അടുത്ത കാലം. എണ്ണ, വെളിച്ചെണ്ണ ചട്ടി നന്നായിട്ട് ചൂടായി. ചിലപ്പോൾ ലേശം നന്നായി ചൂടായി വരുമ്പോൾ ഉലുവായിട്ട് കൊടുത്ത് അങ്ങ് പൊട്ടിക്കണം. അല്ല, ഇതൊക്കെ ഇരിക്കട്ടെ. പ്രയാഗയ്ക്ക് ഇഷ്ടമാണോ മീനും? എനിക്ക് കുക്കിംഗ് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോ ഞാൻ ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇത്തിരി ഒരു മടിച്ചിയാണ് വീട്ടില്. അമ്മയുടെ കംപ്ലൈന്റ് ആണ് കുക്കിംഗ് കിച്ചണിലൊന്നും അധികം കയറുന്നില്ലല്ലോ എന്ന്. ഇപ്പൊ എനിക്ക് ധൈര്യമായിട്ട് പറയാം അമ്മയോട്. ഇപ്പൊ മീൻകറി പഠിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. പക്ഷെ ആദ്യം ചട്ടി വെക്കണം, പിന്നെ വെളിച്ചെണ്ണ ഇടണം, ചൂടാക്കണം. ഇപ്പൊ ആദ്യം ഇടാൻ പോകുന്നത് ഉലുവ. ആലുവയല്ല, അലുവയും മത്തിക്കറി എന്ന് പറയുന്ന പോലെ. ചെറുതോ വലുതോ വേണ്ടോ ചേച്ചി? വലുത് വേണം. പിന്നീട് ഇത് പോലും എനിക്ക് പണിയായോ? ഇനിയിപ്പോ അങ്ങോട്ടാണ് പണി മുഴുവൻ വരാൻ പോണത്. എനിക്ക് പണിയായോ? വലിയ സ്പൂൺ വേണം. വലിയ സ്പൂൺ വേണം. ഉലുവ അത് പൊട്ടിക്കോട്ടെ. ഉലുവ പൊട്ടുമ്പോഴേ നല്ലൊരു സ്മെല്ല് വരും. ഈ ഉലുവ പൊട്ടുമ്പോ നേരത്തെ പറഞ്ഞതുപോലെ സാജൻ പറഞ്ഞു പാട്ട് അവിടെ നിന്നും വരുന്നു. പാട്ട് ഇതുവരെ കേട്ടില്ല. ആവട്ടെ, ഒരു തുടക്കം കുറിക്കാം നമുക്ക്. ഞാൻ പറയുന്നത് ഇതിന്റെ സ്മെല്ല് കേൾക്കുമ്പോ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഈ അയിലയൊക്കെ ചെന്ന് അതിനകത്താണ് വീഴാൻ പോകുന്നതല്ലെന്നാണ്. അവനൊരിക്കലും സ്വപ്നം കാണാത്ത വേറൊരു ലോകത്തേക്കാണ് ഇവരൊക്കെ തെറിച്ച് വീഴാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ നല്ല പൊന്നമ്മ ചേച്ചിയുടെ ഒരു അയില വറുത്തതുണ്ട് അല്ലേ, കരിമീൻ പൊരിച്ചതുണ്ട്, ഉടമ്പുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ഇതൊരു നല്ല പാട്ടാ. ആ പാട്ടിന്റെ തുടക്കം അയില എന്നുള്ള വാക്കാ. അതുകൊണ്ടാണ് ആ പാട്ട് എടുത്തത്. അല്ല, മറ്റുള്ള കരിമീനൊന്നും നമുക്കില്ലല്ലോ ഇപ്പൊ പറയാം. അവിടെ ഇമ്പോർട്ടന്റ് അയിലൊക്കെ ഉണ്ടല്ലോ. അയിലൊക്കെ തീർച്ചയായും. കൊച്ചിക്കാരത്തി കൊച്ചു പെണ്ണേ നിനക്കെത്ര മാരന്മാരുണ്ടേ നടി. കൊച്ചിക്കാരത്തി കൊച്ചു പെണ്ണേ നിനക്കെത്ര മാരന്മാരുണ്ടേ നടി. കെട്ടിയ മാരനെ കൂടാതെ നീക്കൊരു 9 മാരന്മാരുണ്ടേ നടി. കെട്ടിയ മാരനെ കൂടാതെ നീക്കൊരു 9 മാരന്മാരുണ്ടേ നടി. തെയ്യം ദിനം ദിനം തെയ്യം തരാ തകതിമി തെയ്യം ദിനം ദിനം തെയ്യം തരാ. തെയ്യം ദിനം ദിനം തെയ്യം തരാ തകതിമി തെയ്യം ദിനം ദിനം തെയ്യം തരാ. ഒന്ന് കറുത്തതും ഒന്ന് വെളുത്തതും ഒന്നിന്റെ മൂക്കത്ത് മുൻശുണ്ടിയും. ഒന്നു കറുത്തതും ഒന്ന് വെളുത്തതും ഒന്നിന്റെ മൂക്കത്ത് മുൻശുണ്ടിയും. നീട്ടി നീട്ടി മുളകരച്ചേ നമ്മൾ 9 ചാട്ടിയിൽ കറിയും വെച്ചേ. നീട്ടി നീട്ടി മുളകരച്ചേ നമ്മൾ 9 ചാട്ടിയിൽ കറിയും വെച്ചേ. തെയ്യം ദിനം ദിനം തെയ്യം തരാ തകതിമി തെയ്യം ദിനം ദിനം തെയ്യം തരാ. തെയ്യം ദിനം ദിനം തെയ്യം തരാ തകതിമി തെയ്യാറായി തെയ്യാറായി അയിലക്കറി. അമല പോളിന ശ്രീയ നമിത നാദിയ ശ്രീന്റെ ഉർവശി ഉർമിള ഉണ്ണി ജ്യോതിർമയി ജുവൽ മാളവിക.
ചെറുതായിട്ട് ആ മൂത്ത് തുടങ്ങി. ഒന്ന് ചുമന്നാ മതി. അത് ചുമന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് ആ സാജൻ ഉള്ളി എടുത്ത് തരണം. ഉള്ളി ഉള്ളി, ആ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കറിവേപ്പില, പച്ചമുളക്, പച്ചമുളക്. ഇത്ര സാധനം ഇപ്പൊ വേണം. ആദ്യം ഏതിടുന്നു? നമ്മൾ ഉള്ളി ഇടുന്നതിന് ഉള്ളി ഇടുന്നു. കറിവേപ്പില ശേഷം ഇടാം. പൊട്ടത്തിൽ ഒഴിവാക്കാം. എല്ലാം ഉള്ളിന്ന് നമുക്ക് എല്ലാം ഈ നോ പ്രോബ്ലം. സംഭവങ്ങളെല്ലാം ഉള്ളിന്ന് വരുന്നതാ. അതെ, ഉള്ളിന്ന് വരുന്നത്. ഇപ്പൊ ഉള്ളി വന്നിരിക്കുന്നത് ഒരു പാത്രത്തിൽ നിന്നാണ്. ഉള്ളി ഇട്ടു. അതെ അതെ. ഉള്ളി ഇട്ട് ഞാൻ ചുമന്നുള്ളിയാണേ. ആ പച്ചമുളക്, എരിവൊക്കെ ഇഷ്ടാനുസരണം നോക്കിയിട്ടൊക്കെ വെച്ചാൽ മതി. ഉവ്വ ഉവ്വ. പിന്നെ ഇഞ്ചി ഇട്ടു. ഇഞ്ചി. ഇഞ്ചിയൊക്കെ ഈ PSC ടെസ്റ്റ് എഴുതി നടക്കുന്നവർക്ക് നല്ലതാ. കറിവേപ്പില ലാസ്റ്റ് കറിവേപ്പില ഇട്ടേക്കുന്നേ. ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടെങ്കിൽ ആ. ഇഞ്ചിയും വേപ്പിലയൊക്കെ നല്ലതാ. പ്രയാഗ ഇത് കണ്ടുപിടിക്കുന്നുണ്ടോ? ഉണ്ട്. നമ്മളിപ്പോ ഇളക്കി ഒന്ന് വാടി വരണം. ഇതൊക്കെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രയാഗയുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എപ്പോഴും നമ്മൾ ചോദിക്കാറുള്ള ന്യൂ കമേഴ്സിനോട് പ്രത്യേകിച്ചും ചോദിക്കാറുള്ളത്, അതും തമിഴ്നാട് പോലുള്ള വലിയ ഇൻഡസ്ട്രിയിലേക്ക് പോയിട്ടാണ് പ്രയാഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പൊ സിനിമാ ലോകത്തിൽ ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത് തന്നെ അല്ലേ ഷാജ വലിയൊരു കാര്യമാണ്. അതും തമിഴ്നാട് പോലെ വലിയൊരു ഇൻഡസ്ട്രിയിൽ കിട്ടുക എന്ന് പറയുന്നത് ഇതിലും വലിയൊരു കാര്യമാണ്. ഇപ്പൊ എങ്ങനെയാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്? 12th പഠിക്കുമ്പോൾ ആയിരുന്നു എനിക്ക് ഈ ഓഫർ വന്നത്. അപ്പോൾ ദെൻ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് വെക്കേഷനിൽ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അതായത് ഒരു തരത്തിലും ഒന്നുമായിട്ടും ഞാൻ കമ്മിറ്റഡ് അല്ലായിരുന്നു. അപ്പോൾ വളരെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ ഓഫർ വരുന്നതും. അത് ഞാൻ റീസെൻ്റ്ലി ചെയ്തൊരു ജ്വല്ലറി ആഡ് അത് കണ്ട് സർ അതിൻ്റെ പോസ്റ്റേഴ്സും ഹോർഡിങ്സും കണ്ടിട്ട് എന്നെ ചെന്നൈയിലേക്ക് വിളിക്കുന്നതും ഒരു പ്രിലിമിനറി ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ ഐ വാസ് ഇൻടു ദ. അപ്പോൾ ഈ ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ടായിരുന്നോ? മലയാളം ആയതുകൊണ്ട് തമിഴ് അറിയായിരുന്നോ? തമിഴിൽ ഫ്ലുവൻ്റ് ആയിരുന്നോ? ഞാൻ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇവിടെ മലയാളി തന്നെ, പക്ഷെ എന്നാലും എനിക്ക് തമിഴിനോട് വലിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഉള്ളിയൊക്കെ വാടി വന്നു, ഒന്ന് മൂത്തു. ഇപ്പം നമ്മൾ അതിനകത്തോട്ട് ഞാൻ ഈ അരപ്പില്ല അരച്ച് വെച്ചേക്കുന്നേ. ആ മാങ്ങ ഇങ്ങനെ തരാമോ? മാങ്ങ മാങ്ങ മാങ്ങ. ഇന്ന് ഏതായാലും വർക്ക് മുഴുവൻ സാജനാണ് തോന്നുന്നു കൂടുതൽ. ആ സൈഡിൽ നിന്നാണല്ലോ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കിട്ടില്ല എന്ന് കരുതിയിട്ടാണ് ഈ വഴി വന്നത്. അതിലേക്ക് വേണേ. ഓക്കെ. ഉപ്പ് വേണം, ഉപ്പ് വേണം. ഉപ്പ് കറക്റ്റാണ്. ആവശ്യത്തിന് ഉപ്പിട്ടു. കൂടിപ്പോയ പോലെ. അപ്പോൾ നമുക്കൊന്ന് ഇരുന്നിട്ട് ഇളക്കി. ഇനി എന്തെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടോ? ഒന്നും പോയിട്ടില്ല, എല്ലാം ചേർത്തിട്ടുണ്ട്. അയിലക്ക് പകരം നമ്മൾ ഉപ്പ്, മഞ്ഞള്, വെളുത്തുള്ളി, വേപ്പ്, പച്ചമുളക്, വേപ്പില ഇതിനൊക്കെ പകരം പുതിയ നടിമാരാണ് അതിനകത്ത് കിട്ടിയിരുന്നെങ്കിലാ. അയ്യോ, അമല പോളിന ശ്രീയ നമിത നാദിയ ശ്രീന്റെ ഉർവശി ഉർമിള ഉണ്ണി ജ്യോതിർമയി ജുവൽ മാളവിക കവിയൂർ പൊന്നമ്മ ബാമ KPSC എഴുത റോമ കവിയൂർ പൊന്നമ്മ ബാമ KPSC എഴുത റോമ സരിത സംഗീത ഗീത സുകന്യ സമൃദ്ധ സിമ്രാൻ ലക്ഷ്മി പ്രിയ കാവേരി മിത്ര ഭാനു പ്രിയ മല്ലിക ചിത്ര ലക്ഷ്മി പ്രിയ കാവേരി മിത്ര ഭാനു പ്രിയ മല്ലിക ചിത്ര മഞ്ജുമീര മേനക മാധവി മീനാക്ഷി മോഹിനി രംഭ മഞ്ജുമീന മേനക മാധവി മീനാക്ഷി മോഹിനി രംഭ. ഫ്യൂച്ചറിൽ എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ എന്താ പറയുക അവസരം എനിക്ക് കിട്ടുകയാണെങ്കിൽ ദാറ്റ്സ് ഡെഫിനറ്റ്ലി എൻ്റെ പാഷൻ എത്രത്തോളം ഇതാണോ അടിയുറച്ചതാണോ അതായിരിക്കും അതിൻ്റെ കാരണം. അപ്പോഴേ നമ്മുടെ അയല മാങ്ങ. അയില മാങ്ങയല്ല, അയിലക്കറിയിൽ ഇട്ട മാങ്ങ. അങ്ങനെങ്കിൽ അങ്ങനെ അത് റെഡിയായി. നമുക്ക് നോക്കാം. എന്താ പറ്റി, എണ്ണയൊക്കെ തെളിഞ്ഞു. സ്റ്റൗ പറ്റിച്ചു, Yes. ചാറ് പറ്റിച്ചു. അത് പറ്റിച്ച് നോക്കട്ടെ. എന്തെങ്കിലും വേണം? എനിക്ക് ഓക്കെയാണ്. ഓക്കെയാണ്. ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ? മണം അടിക്കുന്നുണ്ട്, നന്നായിട്ടുണ്ട്. വളത്തിലൂടെ അറിഞ്ഞോ? ഇല്ല, പ്രയാഗോട്. അതെ, പഠിക്കുന്ന കുട്ടിക്ക് ആദ്യം കൊടുക്കാം. അടിപൊളി. അപ്പൊ പക്ഷെ അടിപൊളിയല്ലേ ഇട്ടത്, മറ്റേ മാങ്ങാപ്പൊളിയല്ലേ ഇട്ടത്. നല്ല രുചി. അല്ല, എനിക്ക് മണം അടിച്ചപ്പോ തന്നെ എനിക്ക് കിട്ടി. എല്ലാരും നോക്കി. ചേച്ചി കിട്ടി. വേണ്ട, ചൂടായതുകൊണ്ടാണ് ഞാൻ പിന്നത്തൊക്കെ വെച്ചത്. നല്ല രുചിയുണ്ട്. ചെയ്യുവോ? നന്നായിട്ട്. കൂട്ടിട്ട് പറയാം. എന്ത് പേരിടും?
ഏതിന്? അയലക്കറി എന്നുള്ള പേര് മാറ്റിയിട്ട് നമുക്ക് അതിനൊരു പേരിട്ടാലോ? പ്രയാഗ എന്നാ അയ്യോ എന്താണ്? ഒരു താരത്തിന്റെ പാചകമല്ലേ അല്ലേ? നമ്മളൊക്കെ ഇങ്ങനെ താരങ്ങൾ ഇഷ്ടപ്പെടുന്നത് പാചകവും അല്ലെ ഇത് സംഭവമാണ്. അപ്പൊ ഇതിനൊരു പേര് അവര് തന്നെ ഇട്ടോട്ടെ. നമുക്കറിയാം ഇതിനകത്ത് അതിലെ എന്ത് സംഭവങ്ങളുണ്ട് അല്ലെ, ഒരു താരത്തിന്റെ പേരിട്ടോട്ടെ. അയല മാങ്ങ ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ച കറി. ഇത് മുളകിലും വെക്കാൻ നന്നായിട്ട് മുളകിൽ ഇത് മാങ്ങയിട്ട് അയല നല്ല രസമായിട്ട് മുളകിലും വെക്കാം, അടുക്കളയിലും വെക്കാം, എല്ലാം പല രീതിയിൽ വെക്കാം അയല. അതിലൊരു രീതിയിൽ വെച്ചാണ് അടുത്ത രീതി ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മള് സർവ് ചെയ്യണ്ടേ? സർവ് ചെയ്യണം. പിന്നെ എടുക്കാം. ഇപ്പൊ നമുക്ക് അയലക്കറി വെച്ചിരിക്കും ഞാനുണ്ടല്ലോ, ഇതിന്റെ കൂടെ എന്തായിരിക്കും? ചോറായിരിക്കും. ചോറല്ലേ ഇഷ്ടം? ചോറാണ് എനിക്കിഷ്ടം. എന്താ എനിക്ക് എന്തായാലും കുഴപ്പമില്ല. ചോറ് ഇഷ്ടമാണോ? പിന്നെ ചോറ് ഇഷ്ടമാണോ? വളരെ ഇഷ്ടം. സെയിം പിച്ച് Same pinch. സെയിം പിച്ച് Same pinch. ഇവിടെ അതൊരു ആചാരമാണ്. ഒരു ആശാരം ഇഷ്ടപ്പെട്ട പരസ്യം സെയിം പിച്ച് എടുക്കും. പാത്രം എടുക്കാം. പാത്രം ഓക്കെ. ചോറും അയലക്കറിയും. ചോറും അയലക്കറി. ഇന്നത്തെ ദിവസം അങ്ങനെ ആയിക്കോട്ടെ. ഇത് കണ്ടിട്ട് തീരുമാനിക്കുക. ഇന്നത്തെ ദിവസം ഞങ്ങൾ അയലക്കറിയും ചോറും തരുമ്പോ നാളെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കുടുംബങ്ങൾ ഒരുമിച്ച് ഇതേ കറി വെച്ച് പൊന്നമ്മ ചേച്ചി ഓർത്ത് പാചകത്തിന്റെ റൂട്ട് മനസ്സിലാക്കി ചോറ് വന്നല്ലേ? സ്പൂൺ എടുത്തു. ചോറെത്തി. അയ്യോ നമ്മള് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ടി വി കാണാറുണ്ട്. ഇപ്പൊ ആളുകൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുകയും നമ്മൾ എന്തെങ്കിലും കാണിക്കുന്നത് അവർ കാണുകയും വേണ്ടേ? തീർച്ചയായും വേണം. അപ്പൊ പ്രയാഗ പാട്ടോ ഡാൻസോ അതൊക്കെ വരുന്നുണ്ട്. ആണോ? വരും. ഇവിടെ ചില ആചാരങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ട് അതൊക്കെ അതിലേക്ക് വരുള്ളൂ. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഒന്നും ഞാൻ തന്നെയായിട്ട് ചെയ്യില്ല. അതിനല്ല പൊന്നമ്മ ചേച്ചി ഉള്ളത്. എനിക്ക് കമ്പനി വേണം. എന്റെ ജോലി കഴിഞ്ഞോ? പിന്നെ എല്ലാം കൂടി അങ്ങോട്ട് ജബ്ബാറിനെ ഏൽപ്പിച്ചിട്ട് എന്റെ പുതിയ പേര് അങ്ങോട്ട് ഏറ്റെടുത്തു സാജൻ. അയലക്കറി എന്ന് പറഞ്ഞിട്ട് ശരിക്കും മാങ്ങാക്കറിയായിരുന്നു ചേച്ചിയത്. എനിക്ക് കിട്ടുന്നത് 2 കഷ്ണവും മാങ്ങയാണ്. അതൊരു കഷ്ണം ഞാൻ കൂടുതൽ വെച്ചത്. മാങ്ങയെ പറ്റി പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു ഒരാൾക്ക് 2 മാങ്ങ കണക്കിൽ ഉണ്ടായിരുന്നു. ശരിക്കും ഇപ്പോഴൊക്കെയാണ് ആ പാട്ട് ശരിക്കും ഓർക്കുന്നുട്ടോ. എന്തേ? അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, ഉടമ്പുളി ഇട്ട് വിട്ട ഉടമ്പുളി എന്ന് മാറ്റിയിട്ട് നല്ല മാങ്ങ ഇട്ട് വെച്ച മച്ചുനനെ. താങ്ക് യു. തല വീട്ടമ്മമാരെ അവസാനം തലയെടുക്കുള്ളൂ അല്ലേ? തല ഒരു പ്രത്യേക രുചിയാ. അപ്പോൾ എല്ലാവരുടെയും ചോറും അയില മാങ്ങക്കറി ഒക്കെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ആചാരങ്ങൾ തുടങ്ങില്ലേ? പിന്നെ തീർച്ചയായും അങ്ങോട്ടേക്ക് നീങ്ങാം. അങ്ങോട്ട് ഇരുന്ന് സ്വസ്ഥമായിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങാം. വരൂ സാർ. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സുഖം തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. കഴിക്കുന്നതെല്ലാം ഒരേ ഭക്ഷണം തന്നെയാണ്. അതെ. ഒരുപാട് ഓർമ്മകളും കുറേ നല്ല സംസാരങ്ങളും കുറച്ച് സംഗീതവും നൃത്തവും ഒക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ ഫുഡ് ഇതാ സാജൻ തുടങ്ങിക്കഴിഞ്ഞു കഴിക്കാൻ. അവിടെ മോളും തുടങ്ങിക്കഴിഞ്ഞു. പിശാച് പ്രയാഗിയും കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പ്രയാഗ പറയൂ, തുടങ്ങട്ടെ. യങ്ങസ്റ്റ് മെമ്പർ എന്നെ പറയട്ടെ, എങ്ങനെയുണ്ട് ഇന്നത്തെ ഫുഡ്, ചേച്ചിയുടെ ഫുഡ് പാചകം? നല്ല രുചിയുണ്ട്. എനിക്ക് ആക്ച്വലി വേർഡ്സ് ഇല്ല. നല്ല നല്ല നാടൻ മീൻകറി ആൻഡ് ചോറും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നോ വേർഡ്സ്. നല്ല രുചി. ഇഷ്ടപ്പെട്ടു ചേച്ചി. അപ്പൊ അവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി. കൊച്ചിക്കാരനായ പൊന്നമ്മ ബാബു നയിക്കുന്ന പാചക ഗാന നൃത്ത ജാഥ നന്നായിട്ടുണ്ട്. ഫുഡ് ഇഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ 2 ഗസ്റ്റും A+ കൊടുത്തു കഴിഞ്ഞു ചേച്ചിക്ക്. തീർച്ചയായും. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചേച്ചി? ഓക്കെ. ഞാൻ ഇവർ രണ്ടുപേരും പറഞ്ഞത് ശരി വെക്കുന്നു ചേച്ചി. ഈ പറഞ്ഞതുപോലെ തന്നെ മലയാളീസിന് ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷൻ ആണല്ലോ അല്ലേ? സാജ
അതും ഒരു ചടങ്ങുണ്ട്. ഇനി കഴിക്കാം. ബാബു എന്ന് വെച്ചാൽ പാചക, ഗാന, നൃത്ത, തിരുവാതിര ജാഥ. പേര് നീണ്ടു വരികയാണ്. വരുവാ. ഏതായാലും ഫുഡ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ പ്രയാഗയുടെ അടുത്ത് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ ഒരു എന്താ പറയുക, ഫ്രഷ് ഹീറോയിനാണ്, ഒരു ഹിറ്റ് ഫിലിം ആയി കഴിഞ്ഞു, രണ്ടാമത്തെ ഫിലിം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. പലവരും പറയാറുള്ളത് പ്രയാഗം, അതായത് ഫിലിമിലേക്ക് ഞാൻ യാദൃച്ഛികമായി വന്നു അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഉള്ളിൽ ശരിക്കുള്ള പാഷനും ഇഷ്ടമുണ്ടെങ്കിലേ നമുക്കിതിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ പാഷൻ ആണോ വാട്ട് യു ഇൻടു ദിസ് ഫീൽഡ്? രാജേഷ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പാഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പം എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുന്നതും ഇനി ഫ്യൂച്ചറിൽ എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ എന്താ പറയുക അവസരം എനിക്ക് കിട്ടുകയാണെങ്കിൽ ദാറ്റ്സ് ഡെഫിനറ്റ്ലി എൻ്റെ പാഷൻ എത്രത്തോളം ഇതാണോ അടിയുറച്ചതാണോ അതായിരിക്കും അതിൻ്റെ കാരണം. ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ മൂവീസിൽ വന്നതോ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ഒരു കോയിൻസിഡൻസ് അല്ല, അല്ലെങ്കിൽ ഒരു യാദൃശികമായിട്ട് എന്നൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. ബിക്കോസ് ഐ ഓൾവേസ് ലൈക്ഡ് ഇറ്റ്. ഐ ലൈക്ഡ് ഈ ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമർ ആൻഡ് ദിസ് performing in everything, and to be an actor is a challenge, I feel. And I like taking up challenges, so I'm ready for it. എക്സലന്റ്. ഇതിൽ ഒരു മിനിറ്റ്, മോളെ ആരാണ്ട് സിനിമയിൽ ആരോ ഉണ്ടല്ലോ, പ്രൊഡ്യൂസർ അങ്ങനെ എന്തോ ആരോ. വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. ഇപ്പം നമാൻഡി പറഞ്ഞ പോലെ എൻ്റെ ഗ്രാൻഡ് ഫാദർ E.J. പീറ്റർ, അപ്പാപ്പ ഇപ്പോൾ ഇല്ല, അപ്പാപ്പ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു നല്ല മൂവീസ്. അതെ, ഇഷ്ടമാണ്. പക്ഷേ മണിയംപിള്ള അഥവാ മണിയംപിള്ള, അണിയാത്ത വളകൾ. അപ്പൊ അങ്ങനെ ഈ ഒരു പാരമ്പര്യമുള്ള കുട്ടിയാണ് പ്രയാഗ. പക്ഷെ അതിലുപരി ഏറ്റവും വലിയൊരു കാര്യം എന്താ പറഞ്ഞാൽ, എനിക്ക് ഇഷ്ടപ്പെട്ടത് പ്രയാഗ പറഞ്ഞത് ഉള്ളിൽ നിന്നുള്ള പാഷനാണ്. ഇതൊരു തമാശയോ അല്ലെങ്കിൽ ഒരു നേരം പോക്കോ ആയിട്ടല്ല കാണുന്നത്. ഷീ സോ സീരിയസ് അബൌട്ട് ഇറ്റ് ആൻഡ് ഷീസ് ടേക്കൺ ദിസ് അപ്പ് ആസ് എ പാഷൻ ആൻഡ് എ ചാലഞ്ച്. ഷീ സെഡ് ചാലഞ്ച് എന്ന് പറയുമ്പോൾ റോൾസ് ചാലഞ്ചിങ് ആകുമ്പോഴാണ് കൂടുതൽ രസം, അല്ലേ? നമുക്ക് എപ്പോഴും ഏറ്റവും നല്ലത് തന്നെ ചെയ്യണം എന്നുള്ളതാണ്. സോ ഓൾ ദി വെരി ബെസ്റ്റ് യു. ഐ ആം ഷുവർ പ്രേക്ഷകരും എന്താ നോക്കുന്നുണ്ടാവും, എന്താ പറയുക, ഇത്രയും ബ്യൂട്ടിഫുൾ ഒരു ആക്ട്രസ് എൻട്രൻസ് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രാൻഡ് ബിഗ് ബാങ് ആണ് എൻട്രി. അപ്പോൾ ഇനി മുന്നോട്ടുള്ള എന്താ പറയുക, ഈ സ്വാദിഷ്ടമായ ഫുഡ് പോലെ തന്നെ ലെറ്റ് ഇറ്റ് ബി ഡിലീഷ്യസ് ആൻഡ് സക്സസ്ഫുൾ ഫോർ യു ഫോർ എവർ. ആൻഡ് സാജൻജി ഫുഡ് അസലായിട്ടുണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, പ്രയാഗയ്ക്കും സാജൻജിക്കും വേണ്ടി പറയുകയാണ്, ഞങ്ങൾ എപ്പോഴും ഈ പ്രോഗ്രാം എൻഡ് ചെയ്യുമ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് അല്ലെങ്കിൽ പാചകത്തെക്കുറിച്ച് മാത്രമല്ല ഭക്ഷണത്തെക്കുറിച്ച് മഹാന്മാരായ ആൾക്കാർ പറഞ്ഞിട്ടുള്ള 1-2 വാക്കുകൾ നമ്മൾ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ പ്രേക്ഷകരുമായിട്ട് ഇപ്രാവശ്യം ഞാൻ ഷെയർ ചെയ്യുന്നു. അത് ഞാൻ എഴുതിക്കൊണ്ടുവരാണ്, ബിക്കോസ് അവർ പറഞ്ഞ വാക്കുകൾ തെറ്റരുത്. ഇതിന് ട്രാൻസ്ലേഷനും തരാം. ഇഫ് യു റിയലി വാണ്ട് ടു മേക്ക് എ ഫ്രണ്ട്, go to someone's house and eat with him. The people who give you their food give you their heart. വളരെ സിമ്പിളാണ്. ഒരാളോട് സൗഹൃദം നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം തരുമ്പോൾ ഹൃദയം പങ്കിടുന്നതിന് തുല്യമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സീസർ ഷാവസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെക്സിക്കനാണ്. അദ്ദേഹം USA ഉണ്ടായിരുന്നത്. അതായത് അഗ്രികൾച്ചറൽ ഫീൽഡിലുള്ള ഫാമിംഗ് ലേബറേഴ്സിൻ്റെ റൈറ്റ്സിന് വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മഹത്തരമായ വാക്കുകളാണ്. ഈ നല്ല വാക്കുകളോടെ നമ്മളിപ്പോൾ എൻഡിലേക്ക് വരികയാണ്. ഒരുപാട് തമാശകൾ നമ്മൾ പങ്കുവെച്ചു, ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പങ്കുവെച്ചു. ഇതെല്ലാം കഴിയുമ്പോഴും നല്ല ഭക്ഷണം, നല്ല സൗഹൃദം, എല്ലാ മംഗളങ്ങളും നിങ്ങൾക്കും വരട്ടെ, ഞങ്ങൾക്കും നിങ്ങളും പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് നല്ലത് വരട്ടെ എന്നുള്ളത്. ബിക്കോസ് ഞങ്ങൾ എന്നും കാത്തിരിക്കുന്നത് അതാ ന്യൂ ആർട്ടിസ്റ്റായ പ്രയാഗും 26 വർഷമായിട്ട് നിങ്ങൾ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാജനും ചേച്ചി, ദ സ്റ്റേജ്, ദ സിനിമ, സീരിയൽ, ഇനി പറയേണ്ട എല്ലാ രീതിയിലും നിങ്ങൾ എൻ്റർടൈൻ ചെയ്തിരിക്കുന്ന ചേച്ചിയും ചെറിയ രീതിയിൽ ഞാനും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും വർഷങ്ങളായിട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സൗഹൃദവും നിങ്ങളുടെ പ്രാർത്ഥനയും വേണം. ദിസ് ഈസ് സാജൻ പള്ളുരുത്തി, പനമ ബാബു ചേച്ചി, പ്രയാഗ ആൻഡ് രാജേഷ് അബ്ബാസ് signing off. See you again, same time every day. Bye-bye.